നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര ഉണങ്ങിയ കറിവേപ്പും തഴച്ചു വളരാനുള്ള ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മിക്കവരുടെയും വീട്ടിലുള്ള ഒരു വസ്തുവാണല്ലോ കറിവേപ്പ്. കറിവേപ്പില ഉപയോഗിക്കാത്ത ഒരു ഭക്ഷണ വസ്തുവും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാറില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കറിവേപ്പ്. സാധാരണ കറിവേപ്പ് നടുമ്പോൾ പല പ്രശ്നങ്ങളും കാണാറുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ചിലരുടെ വീട്ടിലെ കറിവേപ്പ് എന്തൊക്കെ ചെയ്താലും വലുതാകാതെ കുരുടി നിൽക്കും. പഴമക്കാർ പറയും, നടുന്ന ആളിന് ഐശ്വര്യമില്ലാത്തത് കൊണ്ടാണ് കറിവേപ്പ് കുരുടി പോകുന്നതെന്ന്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏത് കുരുടിപ്പോയ കറിവേപ്പും തഴച്ചു വളരാനുള്ള ഒരു വളം തയ്യാറാക്കുന്ന രീതിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കറിവേപ്പിൻ്റെ തൈ ഒരു മൂടെങ്കിലും നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഫ്ലാറ്റ് ആണെങ്കിൽ പോലും ചെടിച്ചട്ടിയിൽ വരെ കറിവേപ്പ് നമുക്ക് വളർത്തിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന കറിവേപ്പിൽ പല വിധത്തിലുള്ള കീടനാശിനികൾ തമിഴ്നാട്ടിൽ നിന്നും സ്പ്രേ ചെയ്ത് വരുന്നതാണ്. അവർ മരുന്നുകൾ കറിവേപ്പിൽ സ്പ്രേ ചെയ്യുന്നത് കൊണ്ടാണ് 2 ആഴ്ച ഇരുന്നാൽ പോലും കറിവേപ്പ് കേടാകാത്തത്. കറിവേപ്പിനെക്കുറിച്ച് പല അന്ധവിശ്വാസങ്ങളും കേട്ടിട്ടുണ്ട്. വൃത്തിയില്ലാത്ത രൂപത്തിൽ ചെന്ന് കറിവേപ്പ് പിച്ചരുതെന്നും ഒരാളുടെ കറിവേപ്പ് അയാളുടെ അനുവാദമില്ലാതെ ഓടിച്ചാൽ കറിവേപ്പ് ഉണങ്ങിപ്പോകുമെന്നും പറയുന്നുണ്ട്. നിങ്ങൾ ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണം. കറിവേപ്പ് നട്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വെള്ളം മാത്രമേ നമ്മൾ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാവൂ. തുണി കഴുകുന്ന വെള്ളമോ മീൻ കഴുകിയ വെള്ളമോ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ പറയാൻ പ്രധാന കാരണം കറിവേപ്പിൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനാൽ വൃത്തി അത്യാവശ്യമാണ്. പല രൂപത്തിലുള്ള പ്രാണികൾ വന്ന് കറിവേപ്പിൻ്റെ ഇലകൾ തിന്ന് നശിപ്പിച്ചാൽ യാതൊരു വിധത്തിലെ കെമിക്കലുകളും കറിവേപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഉണങ്ങിപ്പോകുന്ന കറിവേപ്പ് തഴച്ചു വളരാനുള്ള വളം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ വളം തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 2 ചെറുനാരങ്ങയാണ്. നാരങ്ങ കട്ട് ചെയ്ത് ചെറിയ ഒരു പാത്രത്തിൽ പിഴിഞ്ഞെടുക്കണം. രണ്ടാമതായി നമുക്ക് വേണ്ടത് വീട്ടിലെ പഴയ കഞ്ഞിവെള്ളമാണ്. പഴയ കഞ്ഞിവെള്ളത്തിൽ നേരത്തെ നമ്മൾ പിഴിഞ്ഞ നാരങ്ങയുടെ ചാറും ബാക്കി വന്ന നാരങ്ങാത്തോടും ഇടുക. നമ്മുടെ ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ പിന്നീട് നമുക്ക് വേണ്ടത് 100 ഗ്രാം ശർക്കരയാണ്. നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയ ലായനിയിലോട്ട് ശർക്കരയിട്ട് ഇളക്കി അടച്ചു വയ്ക്കണം. 4 ദിവസം കഴിഞ്ഞ് 3 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഉണങ്ങിയ ഏത് കറിവേപ്പിൽ നിന്നും 2 ദിവസം കഴിയുമ്പോൾ ഇലകൾ വരുന്നതായി കാണാം. അതുപോലെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ തൊണ്ടടുക്കി മണ്ണിട്ടാൽ 2 ആഴ്ച കൂടുമ്പോൾ 1 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഒഴിക്കുന്ന ജലം ബാഷ്പീകരിച്ചു പോകാതെ മണ്ണിൽ നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കറിവേപ്പ് നമ്മൾ ഒരു കാരണവശാലും ഇതുപോലെ ഇലപിച്ചെടുക്കരുത്. ഇലപിച്ചെടുക്കാതെ തന്നെ ഇതുപോലെ ഒടിച്ചെടുക്കണം. ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒടിച്ചെടുത്ത ഭാഗത്ത് നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവിടെ നിന്നെല്ലാം നമുക്ക് കൂടുതൽ ഇലകളും കിട്ടും. നമ്മൾ ഇല മാത്രം പിച്ചെടുക്കുകയാണെങ്കിൽ ഈ മുകൾ ഭാഗം കുരുടി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇല പിച്ചെടുക്കാതെ ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കറിവേപ്പ് ഒടിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വേസ്റ്റ് വെള്ളങ്ങളൊന്നും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.